അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ചോദിച്ച ആയത്ത് സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത് അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇത് വഹാബികൾ സാധാരണ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്താണ്. ഇതൊരിക്കലും മഹാന്മാരോടുള്ള സഹായത്തേട്ടത്തിന് എതിർക്കുന്ന ആയത്തല്ല. ഏത് ചിന്താശക്തി നഷ്ടപ്പെടാത്ത ആൾക്കും മനസ്സിലാവും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ്. പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇത് ക്ലിയറായിട്ട് മനസ്സിലാവും. പ്രാർത്ഥന എന്താണ് എന്നതിന് വഹാബി പ്രസ്ഥാനത്തിന് മുസല്ലമായ എല്ലാവർക്കും സമ്മതമുള്ള ഒരു നിർവചനം പറയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ് പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കുന്നത്. കണ്ണുവട്ടന്മാർ ആനെ കണ്ടതുപോലെയാണ് ഓരോരുത്തർക്കും പ്രാർത്ഥന. ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥന അല്ല എന്ന് പറയുന്നവരുണ്ട്, പിശാച്ചിനോട് ചോദിച്ചാൽ പ്രാർത്ഥന അല്ല എന്ന് പറയുന്നവരുണ്ട്, ആണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല 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 അഭിപ്രായമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഏതായാലും എന്താണെന്നറിയാത്ത ഒരു സംഗതിയെ കൊണ്ട് വിധിക്കൽ എങ്ങനെ എന്നത് അവർ ചിന്തിക്കേണ്ട വിഷയമാണ്. അവരുടെ ആ പ്രവൃത്തി വല്ലാത്ത ഒരു അത്ഭുതമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്ക് ആ കൺഫ്യൂഷൻ ഇല്ല. കൃത്യമായി ദുആ എന്താണ് നമുക്കറിയാം, പ്രാർത്ഥന എന്താണെന്ന് അറിയാം. ദൈവത്തോടുള്ള അപേക്ഷ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാ ഭാഷാഗ്രന്ഥങ്ങളും അത് പറയുന്നുണ്ട്, മുഫസ്സിരിങ്ങളും പറയുന്നുണ്ട്, ഇമാമിങ്ങളും എല്ലാവരും വിവരിച്ചിട്ടുണ്ട്. അർ-റഗ്ബത്തു ഇലല്ലാഹ് ഖാമൂസിൽ വിവരിച്ചത് അങ്ങനെയാണ്, ലിസാനുൽ അറബിയിൽ വിവരിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് തേടുക. അപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന. തലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജ, അടിമ തൻ്റെ റബ്ബിനോട് തേടുന്ന തേട്ടോ എന്നാണ് ഇമാം റാസി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതായത് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ടല്ല, ആരോട് ചോദിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് പ്രാർത്ഥനയാകുന്നതെന്ന് അർത്ഥം. വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ഭൗതികം അഭൗതികം എന്നിങ്ങനെ കാര്യങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ട് ചോദിക്കുന്ന കാര്യത്തെയല്ല പ്രാർത്ഥനയ്ക്ക് മാനദണ്ഡമാക്കേണ്ടത്, മറിച്ച് ആരോട് ചോദിക്കുന്നു. എന്ത് ചോദിച്ചാലും ആരോട് ചോദിക്കുന്നു. ഭക്ഷണം ചോദിക്കലും ദുആ തന്നെയാണ് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, മൂസാ നബിയുടെ ദുആയാണ്. അള്ളാഹു എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന് ചോദിച്ചതാണ്. പക്ഷെ അത് ദുആയായി. എന്തുകൊണ്ട്? ചോദിച്ചത് റബ്ബിനോടായതുകൊണ്ട്. ചോദിക്കുന്നത് എന്തെന്ന് നോക്കിയിട്ടല്ല, ആരോട് ചോദിക്കുന്നു നോക്കിയിട്ടാണ്. അതായത് റബ്ബ് ഇലാഹ് എന്നുള്ള വിശ്വാസത്തിൽ തേടുന്ന തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവൻ്റെ കൂടെ നിങ്ങൾ ഒരാളോടും പ്രാർത്ഥിക്കരുത്. അതായത് മറ്റൊരു ഇലാഹിനെയും വിളിച്ചു തേടരുത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇലാഹ് എന്ന വിശ്വാസത്തോടെ ആരോടും ചോദിക്കരുത്, ശിർക്ക് വെക്കരുത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഇതുപോലുള്ള ദുആ, പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ദുആഇനെ ഖുർആനിൽ വരുന്ന സ്ഥലത്തൊക്കെ ഇമാമുകൾ വ്യാഖ്യാനിക്കുന്നത് രണ്ട് നിലക്കാണ്. ഒരു വിഭാഗം ഇമാമുകൾ ഫലാ തദ്ഉ എന്നതിന് ഫലാ തഅ്ബുദു എന്ന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതേ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബൈളാവി പറയുന്നത് എങ്ങനെയാണ്? വഅന്നൽ മസാജിദ ലില്ലാഹി മുഖ്തസ്സത്തുൻ ബിഹി, പള്ളി അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ ഐ ഫലാ തഅ്ബുദു ഫീഹാ ഗൈറഹു, പള്ളിയിൽ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ദുആ എന്നതിനെ ഇബാദത്ത് എന്നാണ് ഇമാം ബൈളാവി വ്യാഖ്യാനിക്കുന്നത്. ഇമാം ബൈളാവി മാത്രമല്ല, ജലാലീനിൽ ഇത് കാണാം, ഇബ്നു കസീർ ഇതുപോലെ വ്യാഖ്യാനിച്ചത് കാണാം. ഫലാ ഇന്നമാ അദ്ഉ റബ്ബി എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടായി ഇന്നമാ അഅ്ബുദു റബ്ബി എന്ന് ഇമാം ഇബ്നു കസീർ തങ്ങൾ തഫ്സീറിൽ വ്യാഖ്യാനിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഇതൊരു വ്യാഖ്യാനമാണ്. ഇബാദത്ത് എന്നുള്ളതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇലാഹ് എന്ന വിശ്വാസത്തോടെ നടത്തുന്ന വണക്കാണല്ലോ. ആ വണക്കം അള്ളാഹുവിന് പുറമെ ഒരൊറ്റ ശക്തിയോടും നിങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റൊരു ശക്തിയെയും ഇലാഹാക്കരുത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇമാം ഇബ്നു ജരീർ ത്വബരി തങ്ങളെ പോലത്തെ ഇമാമുകൾ ദുആ എന്ന പദത്തിന്, പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ ദുആ എന്ന പദത്തിന് വ്യാഖ്യാനം പറയുന്നത് ദഅ എന്ന പദത്തിൻ്റെ പ്രാഥമിക അർത്ഥം എടുത്തുകൊണ്ടാണ്. അതായത് വിളിച്ചു എന്നുള്ള അർത്ഥം എടുത്തുകൊണ്ടാണ്. അപ്പോൾ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ക്രിയയാണ്. ആരെ വിളിച്ചു, എന്തെന്ന് വിളിച്ചു, ഇങ്ങനെ രണ്ട് മഫ്ഊൽ വേണം. അതുകൊണ്ട് തന്നെ ഇമാം ത്വബരിയെ പോലത്തെ ഇമാമുകൾ ഫലാ തദ്ഉ അല്ലെങ്കിൽ വല്ലദീന യഅ്ബുദൂന വല്ലദീന യദ്ഊന എന്ന് പറയുന്നിടത്ത് യദ്ഊന ആലിഹത്തൻ എന്ന് രണ്ടാം മഫ്ഊലിനെ സങ്കല്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇലാഹെന്ന് വിളിക്കുന്നവർ, നിങ്ങൾ ഇലാഹെന്ന് വിളിക്കുന്നതായ ശക്തികൾ എന്നതാണ് ഇമാം ത്വബരിയുടെ വ്യാഖ്യാനം. ചുരുക്കത്തിൽ രണ്ട് വ്യാഖ്യാന പ്രകാരവും ദൈവത്തോടുള്ള അപേക്ഷ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെയും നിങ്ങൾ ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത് ഇലാഹിനോട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ഇലാഹ് റബ്ബ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ
അള്ളാഹുവിൻ്റെ സഹായം മഹത്തുക്കളിലൂടെ ലഭിക്കുമെന്ന നിലയ്ക്ക് മഹാത്മാക്കളോട് ചോദിക്കുന്ന സഹായത്തേട്ടം അത് ഈ ഗണത്തിൽ വരുന്നേയില്ല. അത് ഇമാമുകളാരും പഠിപ്പിച്ചിട്ടില്ല. അത് വഹാബിസത്തിൻ്റെ കേവലം ജൽപ്പനം മാത്രമാകുന്നു എന്ന് മനസ്സിലാക്കുക.